നടന്ന ഈ പത്രസമ്മേളനത്തിൽ നമ്മൾ ആദ്യമേ തന്നെ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ബഹുമാനപ്പെട്ട കുരിശുപള്ളി വൈസ് സെക്രട്ടറും പള്ളി വികാരിയുമായ ജോസ് വെള്ളക്കാട്ട് അവരുടെ, കുരിശുപള്ളിയുടെ സ്പിരിച്വൽ ഫാദർ ജോസ് വടക്കൻ, മലയാറ്റൂർ സെന്റ് തോമസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി നിഖിൽ ഉളവിക്കൽ, സഹകാരിക്കാരന്മാരായ അഗസ്ത്യ വല്ലൂരാൻ, തോമസ് കരോടപ്പുറം, മറ്റു പത്ര മാധ്യമ സുഹൃത്തുക്കളെ, 2025 മലയാറ്റൂർ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ വാരവും എല്ലാം നല്ല സജീവമായിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം എല്ലാവരും കണ്ട് കേട്ടറിഞ്ഞ് ഈ വിശുദ്ധ മല കയറിയിറങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാനും അവർക്ക് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ച് പത്രമാധ്യമത്തിനോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്ര സമ്മേളനം ഇവിടെ എത്തിച്ചുകൂട്ടിയിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വികാരിച്ചത് വൈസ് സെക്രട്ടറിയുമായ ജോസ് വെള്ളക്കാട്ട് ക്ഷണിച്ചു. പ്രവർത്തകരെ, 2025 മലയാറ്റൂർ തീർത്ഥാടനം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ നോമ്പിന്റെ ആരംഭം മുതൽ തീർത്ഥാടകരുടെ മലകയറ്റം വളരെ സജീവമായി നടക്കുന്നു. വളരെ പ്രത്യേകമായി ഈ നോമ്പുകാലത്ത് കഴിഞ്ഞുപോയ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളില് വർഷത്തേക്കാളധികമായ തീർത്ഥാടകരുടെ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തിരുനാളിന്റെ ആളുകളാണ് മലകയറി പോയത്. മുൻകൂട്ടി തന്നെ മലയാറ്റൂർ ഇടവക സമൂഹം വിവിധ കമ്മിറ്റികൾ രൂപപ്പെടുത്തിക്കൊണ്ട് മുൻകരുതലോടുകൂടി തന്നെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2 വിധത്തിലാണ് തിരുനാളിന് വേണ്ടി, തീർത്ഥാടകർക്ക് വേണ്ടി ഈ വർഷം ഇടവക സമൂഹം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കും. ഒന്ന്, ആത്മീയതലത്തിൽ നോമ്പ് തുടങ്ങി ആദ്യത്തെ ഞായറാഴ്ച മഹാഇടവക സമൂഹം മലകയറി തീർത്ഥാടകർക്ക് ഒരു ആമുഖമെന്നോണം മലമുകളിലേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, ആണ്ടുവട്ടത്തിൽ എല്ലാ ദിവസവും മലകയറ്റും. രാത്രി അല്പ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പകൽ മുഴുവൻ സമയവും 365 ദിവസങ്ങളിൽ മലകയറാനുള്ള സൗകര്യമുണ്ട്. ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് വൈദികരുടെ സാന്നിധ്യവും 365 ദിവസം മലമുകളിലും. വളരെ പ്രത്യേകമായി നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നോമ്പുകാലം, പ്രത്യേകിച്ച് വലിയ ആഴ്ച, തിരുനാൾ, 8-ാം പടം, ഈ തിരുനാൾ 3 ആഴ്ചകളിലാണ് നമ്മൾ ക്രമീകരിക്കും. ഇപ്പോൾ ആവശ്യകത വന്നിരിക്കുന്നത് നോമ്പ് തുടങ്ങുമ്പോൾ മുതൽ വരുന്ന തീർത്ഥാടകരുടെ മാധുര്യം തുടർന്നുകൊണ്ട് 2-3 മാസം നീണ്ടു നിൽക്കുന്ന ഒരുക്കവും ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാറ്റൂർ മേഖല കടന്നു പോകുന്നത്. ഒരാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തില് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുവാനായിട്ട് കളക്ടർ തന്നെ നിർദ്ദേശം നൽകി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പള്ളിയുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി തീർത്ഥാടകർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ മല കയറി പോകുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇതിലൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം വരുന്ന അംഗങ്ങൾ പങ്കെടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക്, തീർത്ഥാടകർക്ക് വന്നു പോകുമ്പോൾ രാത്രി പകല് വെളിച്ചക്കുറവ് ഉണ്ടാകാതിരിക്കാൻ, കുടിവെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ, മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തതയോടുകൂടി തന്നെ പ്ലാൻ ചെയ്ത ക്രമീകരണങ്ങളിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മലയാറ്റൂർ കൺവെൻഷൻ നടക്കുന്ന ദിവസമാണ്. വൈകിട്ട് 9 മണിക്ക് തീരത്തക്ക രീതിയിലാണ് ദിവസത്തെ കൺവെൻഷനുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 11-ാം തീയതി ഓശാന ഞാനാണ്, 20-ാം തീയതിയാണ് ഈസ്റ്റർ,
പൊതു ഞായറാഴ്ച പെരുന്നാൾ ഏപ്രിൽ 27. ഈ 3 ഞായറാഴ്ചകൾക്ക് മുമ്പുള്ള വെള്ളി ശനി ദിവസങ്ങളിലും സാധാരണ വർഷത്തേക്കാൾ അധികമായ തിരക്ക് തീർത്ഥാടകർക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, സ്കൂൾ അവധികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ പകലും തീർത്ഥാടകരുടെ തിരക്കുണ്ട്. അമിതമായ ചൂട് പകരുള്ളതുകൊണ്ടായിരിക്കാം വൈകുന്നേരങ്ങളിലും എളുപ്പകാലങ്ങളിലുമാണ് മല കേരളനായിട്ട് തീർത്ഥാടകർക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവർക്ക് വന്നു പോകുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സമോ എന്തെങ്കിലും അത്യാഹിതങ്ങളുണ്ടായ അതിന് വേണ്ട പരിചരണത്തിന്റെ മേഖലകളിലും അവരെ ശുശ്രൂഷിക്കാൻ ആവശ്യങ്ങളൊക്കെയായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ടീം വോളണ്ടിയേഴ്സ് ഉണ്ട്. അതോടൊപ്പം ഭാരത സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഒരു ടീമുണ്ട്. സ്ട്രക്ചർ വാഹകരുണ്ട്. ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടുള്ള മെഡിസിൻ കൊടുക്കാനായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇതിനെല്ലാം പ്രത്യേകിച്ച് ട്രാഫിക് ജാമാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിസന്ധി. അപ്പം തീർത്ഥാടകർ നേരത്തെ പോകുന്നുണ്ട്. തിരുനാൾ ദിവസങ്ങളിൽ പക്ഷേ തീർത്ഥാടകരുടെ ഒരു കുറവ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിന് മുമ്പേ തന്നെ തീർത്ഥാടകർ വന്ന് പോകുന്നതുകൊണ്ട്. എന്നാലും ട്രാഫിക്കിന് ആവശ്യമായ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആവശ്യമായ സജ്ജീകരണങ്ങൾ കഴിഞ്ഞ ആഴ്ച പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ട്രാഫിക്കിന് പ്രധാനമായിട്ട് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നതിന്റെ കാര്യങ്ങൾ ഇതാണ്. തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൂടി പറയുകയാണ്. അല്ലാത്തൂർ സമീപത്തുള്ള റോഡുകളിൽ സൈഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ യാതൊരു വിധത്തിലും അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വഴി വാണിഭം അതും യാത്ര തീർത്ഥാടകർക്കും സഞ്ചാരികർക്കും വാഹനങ്ങൾക്കും ഒക്കെ തടസ്സമുണ്ടാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്ന മേഖലകളാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു ഉന്നതമായ നിയന്ത്രണം ആ കാര്യത്തിൽ ഉണ്ടാകും. കാരണം തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതോടൊപ്പം മറ്റ് ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കുവാനായിട്ട് പള്ളിയുടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ട് കൂടാതെ തന്നെ പുതിയ ഏതാണ്ട് സ്ഥലങ്ങൾ കൂടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കഴിയുന്നത്രയും തീർത്ഥാടകരെ അടിവാരത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ലക്ഷ്യങ്ങളാണ്. ഏതെങ്കിലും കാരണത്താൽ യാത്ര വാഹനങ്ങൾ തടസ്സമുണ്ടായാൽ അത് എമർജൻസി ആയിട്ട് പരിഹരിക്കുവാനായിട്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ വന്ന പള്ളികളിൽ പോകുന്ന ബഹുഭൂരിപക്ഷവും ശരിയാറ്റി പിടിച്ചിട്ടാണ് പോകും. അപ്പോൾ അവിടെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അത്യാഹിതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്നാലും അതിന് അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊതുവായ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ്. നോട്ടീസുകൾക്ക് വിശദമായ നോട്ടീസുകളോട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആരാധന ശുശ്രൂഷയുടെ വിതരണങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് പ്രോഗ്രാമും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരിയധികം തീർത്ഥാടകർ ഈ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നതാണ്. അപ്പോൾ അവരിവിടെ വരുമ്പോൾ അവർ ജസ്റ്റ് വന്നു പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് 1-2 ദിവസം കൊണ്ട് താമസിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്, പ്രത്യേകതയാണ് കണ്ടത്. അവർക്ക് വേണ്ടി നമ്മൾ ഷട്ടർ കൊടുക്കേണ്ട, താമസങ്ങൾ വെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഭാവിയിലെ കാണുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടുവന്ന് ബാലിഷോടുള്ളത് നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഡെവലപ്മെന്റ് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഭാവിയിലേക്ക് മറ്റൊരു രീതിയിലായിരിക്കാം പെരുന്നാളാഘോഷങ്ങളും ഇതിനകത്ത് പങ്കെടുക്കാൻ കടന്നു വരുന്നവരൊക്കെ കാണും. നമ്മൾ നേരത്തെ 1-2 ആഴ്ചകളിൽ അല്ലെങ്കിൽ വ്യാപക വിദേശിയാൽ ഈ 3 ആഴ്ചകളിലത്തേക്ക് ഒരു ടീമിനെ വോളണ്ടിയേഴ്സായിട്ട് മറ്റെല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിരുന്നു. എന്നാൽ ഇനി ആ ദിവസങ്ങൾ മാത്രം ചുരുക്കാതെ നോമ്പുകാലം മിക്കവാറും 50 ദിവസങ്ങളിലും നമ്മൾ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ തിരുനാളും വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് സജ്ജീകരണങ്ങൾ മിക്കവാറെല്ലാം വലിയ ശനി ഞായർ ദിവസങ്ങൾ ഒരുക്കേണ്ട ഒരു ആവശ്യകത ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളുടെ വിലയിരുത്തുമ്പോൾ കാണുന്നു. മലകോടിലായാലും നമുക്ക് അത്യാവശ്യമായ സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് വിശ്രമിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥനയായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ഈ മേഖലയിൽ പ്രത്യേകിച്ച് അത്യാവശ്യമായ
അറിവുകളും പൊതുജനങ്ങൾക്ക് ശ്രദ്ധപ്പെടുത്താൻ ഇവരെല്ലാം സന്ദർഭങ്ങളിലുള്ള ഇതിനോട് പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഈ വർഷം മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ വീക്കെൻഡുകൾ സാറ്റർഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിൽ വലിയൊരു ജനക്കൂട്ടത്തിൽ നമ്മൾ കാണുന്നു. അവരെ സ്വീകരിക്കാൻ അവർക്ക് സൗകര്യങ്ങളില്ലാതെ എല്ലാ കുട്ടികളുമായിട്ട് നമുക്ക് സജ്ജമാണ്. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ എനിക്ക് അവരെ ഉത്തരവാദിത്തമുള്ളത്. ഇടപെട്ട് കുർബാനകളുണ്ട്. വിശ്വാസികളുടെ സാന്നിധ്യമനുസരിച്ച് ഒത്തിരി വൈദികരുടെ സാന്നിധ്യവും സ്കൂളുകളിലേക്ക് സെർവ് ചെയ്യുന്ന ആൾക്കാരും എല്ലാ ഫെസിലിറ്റീസുമായിട്ട് നമ്മൾ വളരെ സജ്ജമാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്രൗഡ് കൂടാനാണ് സാധ്യത. പ്രത്യേകമായി ശ്രദ്ധിച്ചത് കഴിഞ്ഞ വർഷം ഈ വർഷം ഏതാണ്ട് ഒരു മാസത്തോളം വൈകിയാണ് നോമ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ ക്ലാസ്സുകളൊക്കെ അടച്ചുകൊണ്ട് ഈ പ്രാവശ്യം നല്ല കാലാവസ്ഥയും കൂടി നോമ്പ് തുടങ്ങുന്നതിന് മുന്നോടി അതിനടുത്തുള്ള ദിവസങ്ങളിൽ നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥയും അനുകൂലമാണ്. ഈ വർഷം വലിയൊരു ജനപ്രതിനിധി പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും സജ്ജമാണ്. അത്യാവശ്യമായിട്ടുള്ള പത്രം മാധ്യമങ്ങൾ ആരായാലും മുകളിലേക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ നമുക്കുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കാം. മുമ്പോട്ട് വിളിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ ഈ വർഷം നമ്മൾ പുഴയിൽ കുളിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ തവണ നീന്തൽ വിദഗ്ധരായ സ്കൂബ ടീമിനെയാണ് ഈ തവണ നമ്മൾ പുഴയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 500 മീറ്ററോളം ചുറ്റളവിൽ നമ്മൾ റിബൺ കെട്ടിയും മറ്റേ ലൈറ്റ് തെളിച്ച് നമ്മളുടെ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത് എന്ന രീതിയിൽ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ടും അപ്പുറത്ത് കടന്ന് പോകുന്ന വ്യക്തിയോട് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ നമ്മളെല്ലാ സംവിധാനങ്ങളും ചെയ്ത പേരിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ വേസ്റ്റ് കാര്യം, വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും നമ്മൾ അടിവാരം മുതൽ കുടിച്ചുകൂടി വരെയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ബിന്നുകൾ നിരത്തി വെക്കുന്നുണ്ട്. അതിൽ വേസ്റ്റ് ഇടുകയും അത് സമയാസമയത്ത് നീക്കം ചെയ്യാൻ നമ്മൾ ഉദ്യോഗ പണിക്കാരെ വെച്ചിട്ടുണ്ട്. അതുപോലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കൃത്യമായ വിലക്ക് വിൽക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ ക്ലീൻ ആണെന്ന് വരുന്നതിനൊക്കെ വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധന നടത്താൻ തയ്യാറാണെന്ന് ആരോഗ്യം നടന്ന മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായ കൃത്യതയോടുകൂടി ASPയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. എല്ലാം മനോഹരമായി തീരുവാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആദ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ അറിയില്ല. കഴിഞ്ഞ എല്ലാ സ്റ്റാൻഡും ഒരു സ്ഥലത്തേക്കാണ് പഞ്ചായത്ത് ഗവൺമെന്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. നമ്മൾ മഞ്ഞപ്പുറ പോകുന്ന വഴിക്ക് IIPയുടെ ഇറിഗേഷൻ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഒരുക്കി കൊടുക്കുന്നു. പഴയ പ്രൈവറ്റ് സ്റ്റാൻഡ് നമ്മൾ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നു. രണ്ട് സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ പറയുകയാണെങ്കിൽ മാത്രമാണ് KSRTCക്ക് ആൾക്കാർ ജനങ്ങൾക്ക് വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ KSRTC സ്റ്റാൻഡ് മഞ്ഞപ്പുറ റോഡിൽ പടിഞ്ഞാറ് വശത്താണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് തീർത്ഥാടകർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കും. 24 മണിക്കൂറുണ്ടോ? 24 മണിക്കൂറുണ്ട്. 12 മണിക്കൂർ 12 മണിക്കൂറുള്ള 2 ഷിഫ്റ്റാണ്. തിരക്കുണ്ടാകുമ്പോൾ യാത്രാ സൗകര്യം എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ വൺ വേ സിസ്റ്റം നമ്മൾ ക്രമീകരിക്കാറുണ്ട്. അത് പോലീസ് ഓഫീസേഴ്സും വോളണ്ടിയേഴ്സും സെക്യൂരിറ്റി ജീവനക്കാരും ആയിട്ട് ഒരു സംയുക്തമായ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ക്രമീകരണം വരുന്നത്. അപ്പോൾ വൺ വേ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നിർബന്ധമായും വാഹനങ്ങൾ വരുന്ന തീർത്ഥാടകര് അത് അനുസരിച്ച് പോകാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. കാരണം മറ്റുള്ളവരുടെ യാത്രയുടെ തടസ്സമുണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെ തിരക്കേറിയ സമയങ്ങളിലും ദിവസങ്ങളിലും വൺവേ മലയത്തൂര് അടിവാരത്തേക്ക് വരുന്നതും അടിവാരത്തിൽ തിരിച്ചു പോകുന്നതുമായ വൺവേ സിസ്റ്റം അത് ഉൾപ്പെടുത്തിയാണ്. അതുമായി എല്ലാവരും സഹകരിക്കണമെന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയാണ്. പരാതികൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. പള്ളിക്ക് തിരുനാട് നടത്തുന്നതിനേക്കാളും വലിയ ഒരു തലവേനയായിട്ട് വന്നിരിക്കുന്നതിന് ശേഷമുള്ള ബേസ് മാനേജ്മെന്റ്. എന്നുള്ള പഞ്ചായത്ത് വളരെ കാര്യക്ഷമതയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് അവർ തന്നെ സമാഹരിക്കാൻ നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഹെൽത്തിൽ നിന്നും വളരെ ശക്തമായ നിർദ്ദേശം മുൻ വർഷത്തേക്കാൾ അധികമായിട്ട് കഴിഞ്ഞ വർഷത്തിന്റെ STD സർവീസ് മുഖ്യമന്ത്രി
നമുക്കറിയാം നക്ഷത്ര തടാകത്തിന്റെ ആഘോഷം കഴിഞ്ഞ് അതിന്റെ ബാക്കി പത്രങ്ങൾ അവിടെ ഇന്നും അവശേഷിക്കുന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് വെളിച്ചത്തിൽ വ്യക്തിന്ന് വളരെ ശക്തമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓരോ കടക്കാരനും അവരുടെ പ്രൊഡക്റ്റിന്റെ അവരുടെ വിൽപ്പനയുടെ കച്ചവടത്തിന്റെ ബാലൻസ് വരുന്ന കാര്യങ്ങൾ അവർ തന്നെ മാനേജ് ചെയ്യാനായിട്ട് അതോടൊപ്പം ഫുഡിന്റെ ക്വാളിറ്റി എന്തെങ്കിലും ദൂരദേശങ്ങളിൽ തന്നെ വിളിച്ചിരുന്നു. ഇവിടുത്തെ ക്വാളിറ്റി, ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, പിന്നെ അതിന്റെ അമിതമായുള്ള പറഞ്ഞ പ്രൈസ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പള്ളിയിൽ നിന്നും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും കടകളിലും നമ്മുടെ എല്ലാവരും പട്ടിക പ്രദർശിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. വഴിതിരിച്ചെങ്കിലും നിർബന്ധമായിട്ട് ഡിപ്പാർട്ട്മെന്റ് അവര് സാന്നിധ്യമുണ്ടാകും. അവർ പ്രത്യേക നോട്ടീസ് ഇതിനോടകം പള്ളി വഴി കൈമാറിയിട്ടുണ്ട്. അവർ പാലിക്കേണ്ട ID കാർഡോടുകൂടി മാത്രമേ ഈ ഹോട്ടലുകളിലും മറ്റു കാര്യം കടകളിലൊക്കെ സേവനം ചെയ്യുന്നവർക്ക് ID കാർഡ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. ആ നിർദ്ദേശങ്ങളൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ശക്തമായ രീതിയിൽ അവരെ നടത്തുന്നുണ്ടായിരുന്നു. ഇതിലേക്കാൻ അവർ ശക്തമായ പിഴയും ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെയൊക്കെ നമുക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് വ്യക്തിയാണ്. അവിടെ ക്ലീനിങ്, നമ്മുടെ ടോയ്ലറ്റ് പോലുള്ള സാധനങ്ങളും അവിടെ പരിസരങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ മാസം തന്നെ നമ്മളവിടെ ടീമിനെ ഇറക്കിയിട്ടുണ്ട്. പെരുന്നാളാകുമ്പോൾ വീണ്ടും നമ്മൾ 10 പേരൊക്കെ എഴുതുന്നുണ്ട്. അത്യാവശ്യം വാളണ്ടിയേഴ്സ് ശക്തമായ 3-4 പള്ളികളില് പള്ളി മാത്രമല്ല, ഇല്ലിത്തോട്, സെല്ലൂർ പള്ളി, ഇതിലേക്ക് 4 പള്ളികളുടെ കൂടി സംയുക്തമായ 200-ലധികം വരുന്ന വാളണ്ടിയേഴ്സിന്റെ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് പല ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ നമുക്ക് 10 ഇങ്ങനെ വാളണ്ടിയേഴ്സിന്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മീറ്റിംഗ് കൂടി. സ്ട്രക്ചേഴ്സ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്യൂരിറ്റീസ്, വോളണ്ടിയേഴ്സ്, ഈ 4 വിഭാഗങ്ങളെയാണ് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നമ്മൾ കൂടി അവര് നമുക്ക് എങ്ങനെയാണ് ഈ തീർത്ഥാടനം സൗകര്യപ്രദവും സുഗമമാക്കാമെന്ന് ഒരു നിർദ്ദേശം പോലീസ് ഡിപ്പാർട്ട്മെന്റുണ്ട്. അവര് ASPയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ അതിനുള്ള നേതൃത്വവും പ്ലാനിങ്ങും അവര് കുറച്ചുകൂടി 10-40 പേരൊക്കെ അഡീഷണൽ ആയിട്ട് കുറച്ചൊക്കെ മലയാളത്തിൽ തിരുനാളിന് വേണ്ടി പേഴ്സൺസിനെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിതിയുടെ പറയുന്നു. അവരുടെയും വോളണ്ടിയേഴ്സിന്റെയും സെക്യൂരിറ്റി പള്ളി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഓൾറെഡി ഏറ്റവും തിരക്കേറിയതും ആവശ്യപ്രദമായ മേഖലകളിൽ പിന്നെ CCTV ക്യാമറയുണ്ട്. 100-കളുടെയും ക്യാമറ നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി അഡീഷണൽ വെക്കുന്നതാണ്. കാരണം ഈ ക്രൈംസ് ഉണ്ടാകാം. പിന്നെ മദ്യമയക്കുമരുന്നുകളെ ചെറുക്കാനായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ സാന്നിധ്യവും നിരീക്ഷണവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിക് പോക്കറ്റേഴ്സ് ഉണ്ടാകാം. അതുകൊണ്ട് മാക്സിമം എല്ലാ മേഖലകളിലും ലൈറ്റ് സംവിധാനങ്ങൾ, സെക്യൂരിറ്റിയുടെ പ്രധാനപ്പെട്ട ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സർക്കാരിന്റെ ആവശ്യങ്ങൾ പള്ളി ചെയ്യേണ്ട സൗകര്യങ്ങളുടെ ഭാഗത്തായിട്ട് അവരെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിമർശനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം നമ്മുടെ സംവിധാനം ചെയ്തു. സൗജന്യമായി ദാഹജലം കൊടുക്കുന്നു. ദാഹജലം മാത്രമല്ല, സൗജന്യമായി അവിടെ നേരത്തെ ഭക്ഷണമുണ്ട്. മലമുകളിലെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ പള്ളിവക സ്റ്റോളുണ്ട്. അത് അവിടെ പലപ്പോഴും അറിയാൻ പറ്റില്ല. നമുക്ക് ഒരു സെയിന്റിന്റെ പേരിട്ടുകൊണ്ട് അവിടെ കട തുടങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു ഫോൺ വിളിച്ചുകൊണ്ട് അച്ഛൻ പള്ളിയുടെ പേര് വിശുദ്ധന്റെ പേരിലാണ് കട. നമ്മൾ വിശുദ്ധന്റെ പേരിൽ കടയിട്ടുണ്ട് പള്ളിയുടെ പേരാണെങ്കിൽ പള്ളിവക സ്റ്റോൾ എന്ന് പറഞ്ഞാൽ മലമുകളിൽ തന്നെ നമുക്ക് 2-3 സ്റ്റോളുകളുണ്ട്. പള്ളിയുടെ നേരിട്ട് നിയന്ത്രണത്തില് 2 സ്റ്റോളുണ്ട്, പള്ളിവക സ്റ്റോളുണ്ട്. അവിടെ നമ്മള് ഒരു ലാഭവും നോക്കാതെ ഏറ്റവും മിതമായ വിലയ്ക്കാണ്. പുറത്ത് 10-25-30 രൂപ മേടിക്കുമ്പോൾ ഒരു 15-20 രൂപയ്ക്ക് കൊടുക്കുന്ന അത്ര വ്യത്യാസം ഈ 2 കടകളിൽ തന്നെ ഉണ്ടാവും. അപ്പോ ആളുകൾ വരുന്നവർ ക്ഷീണിച്ച് വരുമ്പോൾ തന്നെ എവിടെയെങ്കിലും കട കിട്ടുന്ന രീതിയിൽ കയറി കഴിച്ചു പോകുന്ന ട്രെൻഡ് ആളുകളുണ്ട്. പക്ഷേ വീടും അല്പം അന്വേഷണം കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഭക്ഷണം, ലഘുപാനീയങ്ങൾ അവർക്ക് മേടിക്കാം, വിലക്കുറവ് മേടിക്കാം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ പലമുണ്ട്. താഴത്തെ സ്റ്റോളുണ്ട്, പള്ളിവക സ്റ്റോളിന്റെ താഴത്തെ അടിവാരത്തുണ്ട്. അനൗൺസ്മെന്റ് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ആ കാര്യം നമ്മള് അന്വേഷണത്തിന്റെ നമ്മള് അന്വേഷണം ഓഫീസുണ്ട്. നമ്മള് താഴത്തോണ്ട് മുകളിലുണ്ട്. നമ്മള് തിരക്കേറിയ സമയത്ത് നമ്മൾ അന്വേഷണം തിരിക്കും. ഡേ ആൻഡ് നൈറ്റ് കംപ്ലീറ്റ് അന്വേഷണം ചെയ്ത് വളരെ തിരക്ക് കൂടുമ്പോൾ തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും യാത്രാ സൗകര്യങ്ങളെ കുറിച്ചും ഇതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡ് സംവിധാനത്തെ കുറിച്ചും ഒക്കെ നമ്മൾ എപ്പോഴും അനൗൺസ്മെന്റ് ഉണ്ടാവും. ഹെൽത്ത് ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ വില നിയന്ത്രണം, അമിതമായ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാധ്യത അത്
അതുപോലെ ക്വാളിറ്റി വളരെ മോശമാവുന്ന സംവിധാനം. ക്വാളിറ്റി എന്നോട് അവർ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞപ്പോൾ അവരെ കടയടച്ചുടക്കം കുറച്ചുകൂടി ഗൗരവത്തിൽ കച്ചവടക്കാരെ കാണുമെന്നാണ്. പിന്നെ കച്ചവടക്കാർ തന്നെ അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെ അതിക്രമിച്ച് വഴി ഒക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കട കെട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറെ കൂടി നിയന്ത്രണം വരുത്തണമെന്ന പൊതുവെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ബന്ധപ്പെട്ടവരും കച്ചവടക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗതികേട് വന്നിരിക്കുന്നത് കച്ചവടത്തിന് സ്ഥലമെടുക്കുന്നത് നല്ല കച്ചവടം ചെയ്യാൻ വരുന്നു എന്നതാണ് ഏറ്റവും. അവരൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു പാലിച്ച നമ്മുടെ കയ്യിൽ മേഖലയുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് മറിച്ചു കൊടുക്കുകയോ വേറെ ആളെ പരമേൽപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ കട എടുക്കുന്ന ആൾക്കാണ് അതിന്റെ സർക്കാർ തലത്തിലോ നിയമപരമായ നടപടികൾ അഭിമുഖീകരിക്കുന്നത്. അവർക്കായിരിക്കുമെന്ന് നമ്മൾ വാണി കൊടുത്തിട്ടുണ്ട്. വാദം ചെയ്യാവുന്നതിന് ചെല്ലുള്ളൂ. ഏത് തരത്തിലെ ആരെങ്കിലും ഒരു പരാതി വന്ന് തീർച്ചയായിട്ടും നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ഇടപെടും. അതുതന്നെ ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് മറ്റ് ശുശ്രൂഷകൾക്ക് സേവനത്തിനുമായിട്ട് പെയ്ഡഡ് ആയിട്ടുണ്ട്, സേവനം ചെയ്യുന്നവരുണ്ട്. ആരായാലും അവിടെ വന്ന് സേവനത്തിന് പള്ളികൾ വരുമ്പോൾ അവരും ഒരു നല്ല ശീലത്തിന്റെ ഒരു ഉടമയായിരിക്കണം. അതായത് വെള്ളം അടിച്ചിട്ട് അവിടെ വരുന്നത് അവർ നല്ലൊരു ബിഹേവിയർ അവരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ പൊതുവെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു തുപ്പുകളോ അപാകതോ ഉണ്ടെങ്കിൽ ശ്രദ്ധപ്പെടുത്താൻ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്താണെങ്കിൽ ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ഇടപെടാം. അവരുടെ ശ്രദ്ധപ്പെടുത്തിയാൽ മതി. പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. കാരണം ഒരു തീർത്ഥാടകർ ഇവിടെ വന്ന വേദനയിലോ ദുഃഖത്തിലോ സങ്കടത്തിലോ പോകരുതെന്നാണ് ഇവിടെ എല്ലാവരുടെയും താല്പര്യം. അപ്പൊ അത് നമ്മൾ മാക്സിമം 100% കാത്തു സൂക്ഷിക്കാനായിട്ട് പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് പോകുന്നത്. മാധ്യമങ്ങളുടെ ഇങ്ങനെ പൊതു കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കാനായിട്ട് നിങ്ങളുടെ സഹകരണം അമ്മയെങ്കിലും ചെയ്യും. പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയ കാര്യം, പാർക്കിങ്ങിന്റെ കാര്യം, മൺപയുടെ കാര്യം, അങ്ങനെയൊക്കെ കാര്യം. പിന്നെ ഈ കച്ചവടത്തിനുമായി ബന്ധപ്പെട്ട വഴിവര കച്ചവടം നിർബന്ധമായിട്ട് നിർത്തുന്ന ഒരു സംവിധാനം. പലരും ഈ ഇതിന്റെ പിന്നിൽ ഇന്നലെ പോലീസ് പറയാനും സ്ത്രീ പറയാനും ഒരു ലോബിയാണ് ഇതിന്റെ പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും ഒരു ഉടമ വന്നവര് 10 പേരെ എഴുതുന്നതിന് മുഴുവൻ നിറക്കി ഏതെങ്കിലും പ്രോഡക്റ്റ് സെയിലിനായി വേണ്ടിയിട്ട് കൊടുക്കുന്നു. അവർക്ക് ദിനം 1000-600 മാക്സിമം 1000 രൂപ വരെ കൊടുക്കുന്നു. ബാക്കി ഈ ഏജന്റ് കൊണ്ടുപോകുന്നില്ല. അപ്പൊ അങ്ങനെ കൂലിക്ക് വന്ന പ്രോഡക്റ്റുകൾ കൊടുത്തു പോകുന്ന അതിന്റെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ട് പോവുകയാണ്. നമുക്കൊരു തിരികച്ചവടം ലോബി ഉണ്ടാവും. ഒരു കുറച്ച് പേരെ കൊണ്ടുവന്നു തിരികെടുക്കുന്നു, കച്ചവടം പോകുന്ന രീതി. അപ്പൊ അതൊക്കെ നമ്മള് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോട് മാത്രമേ ചില മേഖലകൾ നമുക്ക് നിയന്ത്രിക്കാനും സുരക്ഷിതമാക്കാനും സുഖമാക്കാനും കഴിയുള്ളൂ. മറ്റൊരു ഇടവകാശം മുഴുവനും വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തീർത്ഥാടകരും ഇതുമായി ബന്ധപ്പെടുത്തി വരുന്ന കച്ചവടക്കാരും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ തീർത്ഥാടനം ഭംഗിയാക്കാനും അനുഗ്രഹമാക്കാനും കഴിയുമെന്നാണ്. സാധാരണ ഈ മലയിലേക്കുള്ള വഴിയില്ലേ, കുരിശിന്റെ വഴിയിൽ മലകയറ്റത്തിന്റെ വഴി ആദ്യം സ്ഥലം നമ്മൾ അവരെ അനുവദിക്കുകയില്ല. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഈ ചരയിൽ നിന്നും വിൽക്കാൻ്റെ വരെയുള്ള ആ ഏരിയയിലാണ്. ഇവിടെയും ബ്ലോക്ക് വരുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ ജാതിയെ കുറിച്ചൊരു പരാമർശം ഉണ്ടായിരുന്നു. വോളണ്ടിയേഴ്സും സെക്യൂരിറ്റീസും കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അൺഡിപെൻഡ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നേരിട്ട് എന്താണ് നമ്മുടെ ഇവര് വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസോ ഇടപെടാതെ അവരോട് തന്നെ കൺസേൺ പോലീസിനെ സമീപത്തുള്ള പോലീസിനെ അറിയിക്കുന്നു. അപ്പൊ അവര് നയപരമായിട്ട് അതിനകത്ത് ഇടപെടാമെന്നുള്ളൊരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. നേരിട്ട് ഇത്ര കാര്യം നമുക്ക് തന്നെ ആന്റിയെ ചിലപ്പോൾ സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന് ചിലപ്പോൾ കഴിയാത്ത പല സന്ദർഭം ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോലീസിന്റെ സഹായം അവരെ അറിയിക്കണം. അപ്പൊ അവരെ മുൻകടിയിലായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നൊരു ഉറപ്പുണ്ട്. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഷുറൻസ് പോളിസി നമ്മുടെ മാക്സിമം തീർത്ഥാടകർക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നു. സിവിലിനോട് വന്നിട്ടുണ്ട്. ആരെങ്കിലും വാട്സപ്പില്ലാതെ നമ്മൾ കുഴപ്പമില്ല. പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം പറഞ്ഞാൽ ഈ തീർത്ഥാടനത്തിനുള്ള ഇൻഷുറൻസിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു വിശദമായ കാര്യം നമ്മുടെ ഏജൻസിയുടെ സേവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ആരെങ്കിലും മരണം സംബന്ധിച്ചില്ല. നമ്മൾ 1 ലക്ഷം രൂപ വരും. ഇപ്പൊ തന്നെ അവർക്ക് ചികിത്സ വന്നു കഴിഞ്ഞാൽ 27 ചികിത്സ നമ്മൾ
ഇപ്പോൾ തന്നെ ഡിഫോമിറ്റർ സംബന്ധിച്ചതിനും വളരെ കോമഡി സാധ്യത മെഡിക്കൽ എക്സ്പെൻസ് ഡെത്ത് മൂന്ന് കൂടി 1 കോടി രൂപയുടെ